ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമുക്കിന്ന് രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ച ആയപ്പോഴത്തേക്കും നമ്മൾ തേരിഞ്ചോട്ടി പോയി കഞ്ഞിയും മുതിര മെഴുക്ക് വരട്ടിയതും പപ്പടവും അച്ചാറും കൊണ്ടാട്ടവും ഒക്കെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു കേട്ടോ. അപ്പോൾ വൈകിട്ട് മക്കൾ സ്കൂളിൽ നിന്ന് വന്നപ്പോഴും അവർക്കും കൊടുത്തത് അത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊന്നും ഉച്ചയ്ക്ക് ചോറൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കുതിരച്ചവിട്ടി എന്നുള്ള ഫുഡുള്ളത് കാരണം ഇപ്പം നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് വെക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വെക്കുന്ന വേസ്റ്റ് ആയിപ്പോട്ടോ. അവിടെ നമ്മൾ ഫുഡ് കൊണ്ടുവരുന്നുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം മക്കൾ വന്നപ്പോൾ മക്കൾക്കും ആ ഫുഡ് തന്നെയാണ് കേട്ടോ കൊടുത്തത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുതിരയൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ റൈഹാന് സ്പൂൺ വേണ്ട, കൈവച്ച് പഴങ്കഞ്ഞി കുടിക്കുന്ന പോലെ കുടിക്കണമെന്ന് പറഞ്ഞ് കൈവച്ച് വാരി കഴിക്കും കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ റിച്ചുവിനെ ഞാൻ കുളിച്ച് മേലൊക്കെ കഴിച്ച് ട്യൂഷനാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ റൈഹാൻ്റെ അവിടെ ഇരുന്ന് കല്ലുകൊത്തി കളിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ റിച്ചുവിനെ ട്യൂഷനാക്കിയിട്ട് ഞാൻ വന്നിട്ട് നേരെ വൈകുന്നേരത്തൊക്കെ പരിപാടിക്ക് കയറുവാണേ. അപ്പോൾ നമ്മൾ ഉച്ചക്കലത്തേക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടിയതുകൊണ്ട് പിന്നെ അത്താഴത്തിനത്തേക്കുള്ളത് കുറച്ച് ചോറ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് ആവി കയറ്റാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് മുരിങ്ങയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാനെന്നാ വിചാരിച്ച് വൈകുന്നേരത്തേക്ക് അത്താഴത്തിന് അതൊക്കെ ആക്കാമെന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഗ്യാസ് കത്തിച്ച് ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടിട്ട് നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഞാൻ മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, തൊലി നന്നായിട്ട് ഇളകി വരണമെങ്കിൽ വെള്ളത്തിൽ തന്നെ ഇടണം. അപ്പം നന്നായിട്ട് നമ്മുടെ ചെതമ്പലൊക്കെ ഇളകി വന്നപ്പോഴത്തേക്കും ഞാൻ മീനെല്ലാം വെട്ടി അങ്ങ് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു തേങ്ങാമുളക് അരച്ച് കറിയും വെച്ച് മത്തി വറുക്കുകയും ചെയ്ത് ചീരത്തോരനും ആക്കാമല്ലോ എന്ന്. അങ്ങനെ മത്തിയൊക്കെ വെട്ടി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചീരത്തോരൻ ആ ഒരു സമയം കൊണ്ട് തയ്യാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വറുക്കാനുള്ളത് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചീനിച്ചട്ടി ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മീനൊക്കെ പറക്കി അതിനകത്തിട്ട് ഒരു സൈഡ് മുരിഞ്ഞ് വന്നപ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വറുക്കാനുള്ളത് അരപ്പ് പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻകറി ഞാൻ അടുപ്പിലാണ് വെച്ചത്. നമുക്കിപ്പം ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് കറിയൊക്കെ നമ്മൾ അടുപ്പിലാണ് വെക്കുന്നത്. പിന്നെ ഞാൻ തോരനും മീൻ വറുത്തതും പിന്നെ ഞാനങ്ങ് ഗ്യാസ് വെച്ചതേ ഉള്ളൂ കേട്ടോ. എല്ലാം കൂടെ നടക്കത്തില്ലല്ലോ അടുപ്പിൽ. പകലാണെങ്കിൽ കുഴപ്പമില്ല, രാത്രി ആയത് കാരണം സന്ധ്യ ആയപ്പോഴല്ലേ ഞാൻ കയറിയത്. അത് കാരണം കൊണ്ട് പിന്നെ പെട്ടെന്ന് കറി ഞാനങ്ങ് അടുപ്പിലാക്കി സെറ്റാക്കി മാങ്ങയൊക്കെ ഇട്ട് തേങ്ങാക്കറി ആക്കി കേട്ടോ. അപ്പം അതൊക്കെ സെറ്റായി എല്ലാം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകി പറക്കി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ അടുക്കളയിൽ കയറി നമ്മുടെ പാത്രങ്ങൾ എല്ലാം ഞങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ പാത്രമൊക്കെ അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം വൈകുന്നേരത്തെ പരിപാടി ആയാലും രാവിലത്തെ പരിപാടി ആയാലും നമുക്ക് പാത്രം കഴുകൽ മസ്റ്റായിട്ടും കാണുമല്ലേ. അങ്ങനെ പാത്രം എല്ലാം സെറ്റായിട്ട് കഴുകി മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ പാചകവും എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ചിട്ടു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത്താഴം കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും തേങ്ങാക്കറിയും നമ്മുടെ മുരിങ്ങയില തോരനും ആ മീൻ വറുത്തതും എല്ലാം കൂടെ നമ്മുടെ ചോറിനകത്തോട്ടൊന്ന് നന്നായിട്ട് കൂട്ടി കുഴച്ചിട്ട് ആസ്വദിച്ചങ്ങ് എന്താ പറയുക വാരി കഴിച്ചു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. കുറേ നാളായി മുരിങ്ങയിലത്തോരൻ കഴിച്ചിട്ട്. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ മുരിങ്ങയില നിൽക്കുന്ന കണ്ടത് കൊണ്ടാണ് ഞാനങ്ങ് മുരിങ്ങയില വെച്ചിക്കൊണ്ട് വന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാൻ. ബൈ, സീ യു.